ഹമാസിന് മുമ്പിൽ തക്കിട തരികിട കാണിച്ച് ട്രംപ് കണ്ണിൽ പൊടിയിട്ട് ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാൻ, അതായത് വെടിനിർത്തൽ കൊണ്ടുവരാൻ 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ പാക്കേജ് അത് കൃത്യമായി ഫലസ്തീൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഹമാസിനോട് പറയുന്നു, ഫലസ്തീനിലേക്കുള്ള ഇസ്രയേൽ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരും, അതുകൊണ്ട് തന്നെ ഹമാസ് പിൻവാങ്ങിക്കോളൂ എന്ന രീതിയിലേക്ക് ഒരു ചർച്ച നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇതിനോടകം തന്നെ ഈജിപ്തിൽ വെച്ച് ഒരു ചർച്ച, അതായത് എല്ലാ രീതിയിലും സമാധാനം പുലരട്ടെ എന്ന രീതിയിൽ ഈജിപ്തിൽ വെച്ച് സമാധാന ചർച്ച ആരംഭിച്ചതും എന്നാൽ എങ്ങുമെത്താതെ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതും. ഗാസയിലെ യുദ്ധത്തിന് 2 വർഷം തികയുകയാണ്. പക്ഷേ ഇസ്രയേൽ ശരിക്കും നടുങ്ങിപ്പോയ ഒരു ദിവസമാണ് 2023 ഒക്ടോബർ 7. അവർക്ക് മറക്കാൻ കഴിയില്ല. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയിൽ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ എങ്ങും എത്താതെ കാര്യങ്ങൾ പോകുന്നു. കാരണം ഇതിനകത്ത് ഇസ്രയേലിൻ്റെ ഹിഡൻ അജണ്ടകൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ ഹമാസ് സമ്മതിക്കുന്നില്ല. ഫലസ്തീന് പൂർണ്ണമായ മോചനവും അവിടെ അവരുടെ അധികാരികൾ, അതായത് അവരുടെ ജനപ്രതിനിധികൾ വരുന്ന രീതിയിലുള്ള സർക്കാർ, അതാണ് ഫലസ്തീൻ ഭരണം പരിപൂർണമായി അവരിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നും സ്വതന്ത്ര ഫലസ്തീനാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും എന്താണോ UN രാജ്യങ്ങൾ നിരവധിയായി ചേർന്ന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിലേക്ക് എത്തണം. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ സമ്പൂർണമാണ്. അതല്ലാതെ ആ കരാറ് പറഞ്ഞിട്ട് ഇസ്രയേലിൻ്റെ തോന്നിയവാസത്തിന് കാര്യങ്ങൾ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല. ബന്ദികളുടെ മോചനവും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ എങ്ങും എവിടെയും എത്താതെ പോവുകയാണ്. ഒന്ന് ആലോചിക്കണം, ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഫലസ്തീൻകാരെ വിടില്ല എന്ന് പറഞ്ഞ് ഇതുവരെ ഗാസയിൽ 67,000-ഓളം ഫലസ്തീൻകാരെയാണ് കൊന്നു തള്ളിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഗാസ കൊടും പട്ടിണിയിലാകുന്ന സാഹചര്യമായി 22 ലക്ഷം ജനങ്ങളിൽ 90% ആളുകളുടെയും ഭവനം നഷ്ടപ്പെട്ടു. ഇസ്രയേലിൻ്റെ ആക്രമണത്തിലാണ്. ഇസ്രയേൽ പ്രതിനിധി സംഘത്തിൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിദേശ ഉപദേഷ്ടാവായിട്ടുള്ള ഓഫിർ ഓറക്കും ബന്ദികളുടെ ചുമതലയുള്ള ഗാൽ ഹർഷും ചാരസംഘടനകളായ മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ഉദ്യോഗസ്ഥരുമുണ്ട് എന്നുള്ളത് എടുത്തോർക്കണം. ഇസ്രയേലിൻ്റെ ടീമിനെ നയിക്കുന്ന സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രിയായിട്ടുള്ള റോൺ ഡെർമർ ഈജിപ്തിൽ അവസാനം എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹമാസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലാണ് ഹമാസ് സംഘം ഇപ്പോൾ ഉള്ളത് ഖത്തറിലെ ദോഹയിൽ. ഇദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നേരത്തെ ആക്രമണം നടത്തിയതാണ്. എന്നിട്ടും അദ്ദേഹം സമാധാന ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നു. കാരണം എങ്ങനെയും ഗാസയിലെ ശേഷിക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുക, അതാണ് ഹമാസിൻ്റെ ലക്ഷ്യം. അതല്ലാതെ ആക്രമണവും പ്രത്യാക്രമണവുമായി മുന്നോട്ട് പോകാൻ ഹമാസും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തെമ്മാടിത്തരം മാത്രം കൈവശം ഉള്ള, കൈമുതലാക്കിയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആളുകൾ എല്ലാം വെള്ളം ചേർക്കാനുള്ള പദ്ധതിയാണെന്ന് ഹമാസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ബന്ദികളുടെ മോചനത്തിന് ഇസ്രയേൽ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുമ്പോൾ ഇസ്രയേൽ ഹമാസ് പറഞ്ഞ 5 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അംഗീകരിക്കാതിരിക്കുകയാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് ഗാസയ്ക്ക് സമാധാനം വേണം. 2, ആ നാട്ടിൽ നിന്നും സ്ഥലം വിട്ട, ആ നാട്ടിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട ആളുകളെ, തെക്കൻ ഫലസ്തീനിലും വടക്കൻ ഫലസ്തീനിലുമുള്ള ആളുകളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. ഇതൊന്നും ഇസ്രയേൽ വഴങ്ങുന്നില്ല. അങ്ങനെ ചർച്ച ഏറെക്കുറെ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുകയാണ്.